പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആരാണ്, എന്താണ് എന്നുള്ള ചോദ്യം ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ചെന്ന് തട്ടുന്ന മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഓർമ്മകൾ, മെമ്മറി, ഓർമ്മകൾ. നമ്മുടെ മസ്തിഷ്കത്തിൽ 86 ബില്യൺ ന്യൂറോണുകളോളം ഉണ്ടെന്നാണ് ആധുനിക ന്യൂറോ സയൻസ് കണക്കാക്കുന്നത്. ഈ ന്യൂറോണുകളുടെ സംഭാഷണം നടക്കുന്നത് സിനാപ്സുകളിലൂടെയാണ്. സിനാപ്സുകളിലൂടെ. എന്താണ് ഓർമ്മ? വലിയൊരു ദാർശനികമായ പ്രശ്നവും ശാസ്ത്രത്തിന്റെ ന്യൂറോ സയൻസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ വരെ സ്പർശിക്കുന്നതുമായ ഒരു ചോദ്യമാണത്. എന്താണ് ഓർമ്മ? ഓർമ്മ എന്നത് ലളിതമായി നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയവും പുതിയ ന്യൂറൽ സർക്യൂട്ടുകളുടെ ബലപ്പെടുത്തലും നിർമ്മിതിയുമാണ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. ഈ ഓർമ്മകൾ വലിയൊരു ദാർശനിക പ്രശ്നമാണ്. ഒരു സുഗന്ധം നാം ആസ്വദിക്കുമ്പോൾ അതൊരുപക്ഷെ നമ്മെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. നാം ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് അത് നമ്മെ ഓർമ്മപ്പെടുത്തിയേക്കാം. ഓർമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മ എന്ന വാക്കില്ലാതെ അതിൻ്റെ നിർവചനം പലപ്പോഴും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാറില്ല. ഈ ഓർമ്മകൾ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആധുനിക ന്യൂറോ സയൻസിനെ ഇന്നും കുഴക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണത്. ഓർമ്മകളെ അല്ലെങ്കിൽ ഓർമ്മകളുടെ നിർമ്മിതിയെ നാം മൂന്നായി തിരിക്കുന്നു: എൻകോഡിംഗ്, കൺസോളിഡേഷൻ ആൻഡ് റിട്രീവൽ. വിവരങ്ങളുടെ ശേഖരണം, വിവരങ്ങളുടെ സംഭരണം, വിവരങ്ങളുടെ തിരിച്ചെടുക്കൽ. അതിസങ്കീർണമായ മസ്തിഷ്ക പ്രക്രിയകളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഓർമ്മകളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണിത്. ഓർമ്മകൾ എന്നത് ഭൂതകാല സംഭവങ്ങളുടെ നിഷ്പക്ഷമായ ഒരു രേഖയല്ല. അത് ഭൂതകാലത്തിന്റെ ഒരു നിഴലല്ല, മറിച്ച് സജീവമായ മസ്തിഷ്ക പ്രവർത്തനങ്ങളിലൂടെ അനുനിമിഷം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓർമ്മ. ഇത് മനസ്സിലാക്കാനായി കുറച്ച് സങ്കീർണതയുള്ള ഒരാശയമാണ്. നാം വിചാരിക്കുന്നത് ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാലത്തിന്റെ രേഖകളാണ്. ഒരു ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം നാം എടുത്തു വായിക്കുന്നത് പോലെ ഈ ഓർമ്മകളുടെ ലൈബ്രറിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കയറി ചെന്ന് അവിടെ നിന്നൊരു ഓർമ്മയെ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കൺസ്ട്രക്ഷൻ, നിർമ്മിതി, റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം, ഇങ്ങനെയൊക്കെ നിരവധിയായ മസ്തിഷ്ക പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്ന സജീവമായ ഒരു മസ്തിഷ്ക പ്രവർത്തനമാണ് ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മകളുടെ നിർമ്മാണം. ഞാൻ ആ വിഷയത്തിലെ കൗതുകമുണർത്തുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് വ്യക്തികളുടെ ഓർമ്മയെക്കുറിച്ചാണ്. ഭൂതകാല അനുഭവങ്ങളെ പലപ്പോഴും നാം മനോഹരമായ നിറങ്ങളും തൊങ്ങലുകളും ചേർത്ത് കാൽപ്പനികവൽക്കരിക്കാറുണ്ട്. ഇതൊരു മനുഷ്യന്റെ ബൗദ്ധിക പ്രക്രിയയാണ് ഈ ഓർമ്മ എന്ന് പറയുന്നത്. പലപ്പോഴും നാം ദാർശനികമായി
അതിനെ സമീപിക്കുമ്പോൾ വലിയ ജനതകളും സംസ്കാരങ്ങളും അവരുടെ ചരിത്രത്തെ കാൽപ്പനികവൽക്കരിച്ച് ഓർമ്മകളും വാമൊഴികളുമായി സൂക്ഷിക്കാറുണ്ട്. വ്യക്തിയുടെ ഓർമ്മ എന്ന തലത്തിൽ നിന്ന് അല്ലെങ്കിൽ വൈയക്തികമായ ലോകത്തിന്റെ അതിരുകൾക്കുമപ്പുറം സാംസ്കാരികമായ പാരമ്പര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സഞ്ചിത സ്മൃതി, നമ്മൾ ഒരുപക്ഷെ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നൊക്കെ ആലങ്കാരികമായി വിളിക്കുന്ന ആ പ്രതിഭാസം, അത് നിർണായക ശക്തിയായി ഒരു സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. ഈ സഞ്ചിത സ്മൃതികൾക്കിടയിൽ മനോഹരമായ ഓർമ്മകൾ നിർമ്മിക്കാൻ മനുഷ്യർക്ക് മാത്രമല്ല കഴിയുന്നത്, വലിയ സമൂഹങ്ങൾക്കും ഇത് സാധിക്കും. ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിനാണ് നാം റോസി റിട്രോസ്പെക്ഷൻ എന്ന പദത്തെ കൂട്ടുപിടിക്കുന്നത്. എന്താണ് റോസി റിട്രോസ്പെക്ഷൻ? നമ്മുടെ ഓർമ്മകളിൽ നിന്ന് നമുക്കിഷ്ടമല്ലാത്ത, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ കരയിക്കുന്ന തകർച്ചകളെ കുറിച്ച് നമ്മുടെ മസ്തിഷ്കത്തെ തെര്യപ്പെടുത്തുന്ന ഓർമ്മയുടെ ഘടകങ്ങളെ പതുക്കെ പതുക്കെ ഒഴിവാക്കി നമ്മുടെ ഭൂതകാലത്തെ മനോഹരമായ ഒരു ചിത്രം പോലെ കാണുന്ന ഒരു മസ്തിഷ്ക പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ റോസി റിട്രോസ്പെക്ഷൻ. റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ റോസ് നിറമുള്ള ഒരു വർണ്ണജാലകത്തിലൂടെ നാം പിന്തിരിഞ്ഞു നോക്കി നമ്മുടെ ഭൂതകാലത്തെ മനോഹരമായി പുനഃസൃഷ്ടിക്കുന്നു. മനുഷ്യർ പലപ്പോഴും ഈ റോസി റിട്രോസ്പെക്ഷനിലൂടെയാണ് പരിണാമ വഴിയിൽ അതിജീവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ വൈയക്തിക അനുഭവങ്ങൾക്കും അപ്പുറം, അതിൻ്റെ അതിരുകൾക്കും അപ്പുറം വളരെ വിശാലമായ ഒരു ജനതയുടെ സഞ്ചിത സ്മൃതിയായി റോസി റിട്രോസ്പെക്ഷൻ പ്രവർത്തിക്കാറുണ്ട്. ഇതേക്കുറിച്ചുള്ള ആലോചനകൾ, ചിന്തകൾ കടന്നു വരുന്നത് 1990കളിൽ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ലോകത്ത് നിന്നാണ്. രണ്ട് പ്രശസ്തരായ ഗവേഷകർ ടെറൻസ് ആർ മിച്ച്വൽ, ലീ തോംസൺ, ഈ രണ്ട് ഗവേഷകരും അവരുടെ പഠനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ വസ്തുതയുണ്ട്. അതായത് ആളുകൾ പൊതുവെ ഈ ആഘോഷങ്ങളിലും അവധിക്കാലങ്ങളും ഒക്കെ സന്തോഷഭരിതമായിട്ട് ചിലവഴിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകളെ കുറിച്ച് അവർ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഉടനടിയുള്ള വിലയിരുത്തലുകളേക്കാൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ ബാല്യകാലവും അവരുടെ അവധിക്കാല ആഘോഷങ്ങളും എല്ലാം വളരെ മനോഹരമായ ഓർമ്മകളായി അവർ സൂക്ഷിക്കുന്നതായി ഈ ഗവേഷകർ കണ്ടെത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോസ് നിറമുള്ള ഒരു ജാലകത്തിലൂടെ ഭൂതകാലത്തിലേക്ക് നോക്കുന്നത് പോലെ മനോഹരമായ ഭൂതകാല നിർമ്മിതികളെ മനുഷ്യർ സ്വയം സൃഷ്ടിക്കുന്നു. അതായത് ചെറുപ്പത്തിൽ നമ്മൾ ചെലവഴിച്ച ചില അവധിക്കാലങ്ങളെ കുറിച്ച് നൊസ്റ്റാൾജിയ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പേരിട്ട് വിളിക്കാറുണ്ട്. അതും ഈ റോസി റിട്രോസ്പെക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഭൂതകാല ഓർമ്മകളെ പലപ്പോഴും മനോഹരമാക്കി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് സമ്പന്നമായ ഒരു ഭൂതകാലം അല്ലെങ്കിൽ സന്തോഷഭരിതമായ ഒരു പൂർവകാലം എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മ മനുഷ്യ മനസ്സിലിടയ്ക്ക് തിരയടിക്കാറുള്ളത്. ഇതൊരു മനുഷ്യന്റെ അനുഭവത്തിന് പുറത്തേക്ക് വളരുമ്പോൾ ഒരു സമൂഹത്തിന്റെ മുഴുവൻ സുവർണകാല മിത്തുകളെ, ഗോൾഡൻ ഏജ് മിത്ത്, സുവർണകാല മിത്തുകളെ നിർമ്മിക്കുന്ന ഒന്നായി ഈ റോസി റിട്രോസ്പെക്ഷൻ വളർന്ന് പന്തലിക്കുന്നു. ഒരുപക്ഷെ ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സുവർണയുഗം. ഈ സുവർണയുഗത്തെ കുറിച്ചുള്ള മനോഹരമായ കഥകൾ, മനോഹരമായ ഐതിഹ്യങ്ങൾ, കാവ്യങ്ങൾ ഇത് നിരവധി ജനതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കടന്നു വരുന്നത്
പുരാതന ഗ്രീസിൽ നിന്നാണ്. ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഈ ആശയം ഗ്രീക്ക് കവിയായിരുന്ന ഹെസിയോദ്, അദ്ദേഹം ഹോമറിന്റെ സമകാലികനായിരുന്നു, ഇത് ചരിത്രമാണ്. ഹെസിയോദിന്റെ വർക്ക്സ് ആൻഡ് ഡേയ്സ് എന്ന കാവ്യത്തില് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് ദേവന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും അവരുടെ വംശാവലിയെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഹെസിയോദിന്റെ വിഖ്യാതമായ കാവ്യമാണ് വർക്ക്സ് ആൻഡ് ഡേയ്സ്. ഈ വർക്ക്സ് ആൻഡ് ഡേയ്സിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തെ ഹെസിയോദ് 5 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. സുവർണയുഗം, ദ ഗോൾഡൻ ഏജ്; വെള്ളിയുഗം, വെങ്കലയുഗം, വീരയുഗം, ഇരുമ്പ് യുഗം. എന്താണ് ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം? നാം അതിലേക്കാണ് വരുന്നത്. എന്താണ് ഈ ഹെസിയോദ് വരച്ചിട്ട സുവർണയുഗത്തിന്റെ പ്രത്യേകത? അത് ആദ്യ യുഗമായിരുന്നു. സ്യൂസ് ദേവന്മാരുടെ രാജാവാണ്, ഗ്രീക്ക് ദേവന്മാരുടെ രാജാവാണ് സ്യൂസ്. സ്യൂസിന്റെ പിതാവായ ക്രോണസിന്റെ ഭരണകാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ സുവർണയുഗം. അക്കാലത്ത് ആളുകൾ പട്ടിണി അറിഞ്ഞിരുന്നില്ല. ഭൂമി സ്വന്തമായി വലിയ രീതിയിൽ വിളവ് നൽകിയിരുന്നത് കൊണ്ട് അധ്വാനിക്കേണ്ടി വന്നിരുന്നില്ല. വാർദ്ധക്യം ശരീരത്തെ ബാധിച്ചിരുന്നില്ല. നിദ്ര പോലെ മരണം കടന്നു വന്നു. മരണശേഷം അവർ കാവലാത്മാക്കളായി മനുഷ്യരെ സംരക്ഷിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഹെസിയോദിന്റെ ഭാവന ചിറകു വിടർത്തുന്നത്. ഇതാണ് ഈ ഗോൾഡൻ ഏജ്. രണ്ടാമത്തെ യുഗമായ വെള്ളിയുഗം തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. അവർ ദേവന്മാരെ അനുസരിച്ചില്ല, മനുഷ്യൻ ദേവന്മാരെ അനുസരിച്ചില്ല, അത് തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. പിന്നീട് വരുന്ന വെങ്കലയുഗം യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു. യുദ്ധങ്ങളിൽ അഭിരമിച്ച മനുഷ്യർ യുദ്ധങ്ങളിലൂടെ മരിച്ചു. പിന്നീട് വന്നത് വീരയുഗമാണ്. ഗ്രീക്ക് വീരന്മാരായ ഹെരാക്കിൾസിന്റെയും പേഴ്സിയൂസിന്റെയും തീബ്സിലും ട്രോയിലും ഒക്കെ യുദ്ധം ചെയ്ത വീരന്മാരുടെയും കാലമായിരുന്നു അത്. അതിനുശേഷം തന്റെ കാലഘട്ടത്തെ ഹെസിയോദ് അടയാളപ്പെടുത്തുന്നത് ഇരുമ്പ് യുഗമായിട്ടാണ്. 5ാമത്തെയും ഒടുവിലത്തെയും യുഗം. കഷ്ടപ്പാടിനും അധ്വാനത്തിനും ഫലം നൽകാത്ത ധാർമ്മികതയുടെ യാതനകളുടെ കരച്ചിലിന്റെ തകർച്ചയുടെ ഒരു യുഗം, അതാണ് ഇരുമ്പ് യുഗം. അത്തരം ഒരു കാലഘട്ടത്തിൽ താൻ ജീവിക്കേണ്ടി വന്നതിൽ ഹെസിയോദ് വിലപിക്കുകയാണ്. ചരിത്രത്തെ പുരോഗതിയിലേക്കുള്ള ഒരു ഉയർച്ചയായി വരച്ചിടുന്നതിന് പകരം ഇവിടെ ഹെസിയോദ് സുവർണ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു വീഴ്ചയായി ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ വർക്ക്സ് ആൻഡ് ഡേയ്സില് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത ഉപദേശാത്മക കാവ്യമാണ് ഈ വർക്ക്സ് ആൻഡ് ഡേയ്സ്. അതിലൂടെ അദ്ദേഹം സുവർണ യുഗത്തിൽ നിന്നുള്ള തകർച്ചയാണ് അടയാളപ്പെടുത്തിയത്. പിന്നീട് അത് ഗ്രീക്ക് തത്വചിന്തയെയും റോമൻ ആചാരങ്ങളെയും ഗ്രീക്ക് സംസ്കാരത്തെയും ഒക്കെ നിർണയിക്കുന്ന ഒരു വലിയ ശക്തിയായി ചരിത്രത്തിൽ ഇടപെടുകയാണ് ഈ സുവർണ യുഗത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഈ സുവർണയുഗത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സാംസ്കാരിക പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു സുവർണ കാലഘട്ടത്തിന്റെ ഭരണാധികാരിയായിരുന്ന ക്രോണസിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട അഥീനിയൻ ഉത്സവമായ ക്രോണിയ. അവരുടെ വേനൽക്കാല മാസമായ ഹെക്കാറ്റോംബിയോണിലാണ് ഈ ആഘോഷം സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ. സമത്വത്തിന്റെ ഒരു വിരുന്നായിരുന്നു ഈ ക്രോണിയ. ആ സമയത്ത് കടുത്ത ശ്രേണീബദ്ധമായ സമൂഹം നിലനിന്നിരുന്ന ഒന്നായിരുന്നു പുരാതന ഗ്രീസ്. അവിടെ അടിമകൾ ഉണ്ടായിരുന്നു, ഉടമകൾ ഉണ്ടായിരുന്നു. ഈ ശ്രേണീബദ്ധമായ സമൂഹത്തിന്റെ ഒരു സിംബോളിക് ഇൻവേർഷൻ, ഒരു പ്രതീകാത്മകമായ വിപരീതം അവിടെ സംഭവിക്കുന്നു. അതായത് ആ സമയത്ത് അടിമകൾക്ക് യജമാനന്മാര് വിളമ്പി കൊടുക്കുന്നു. സമത്വത്തിൻ്റെതായ ഒരു താൽക്കാലിക സമയത്തെ, ഒരു താൽക്കാലിക കാലഘട്ടത്തെ അത് സൃഷ്ടിക്കുന്നു. അങ്ങനെ ഇതൊരു സിംബോളിക് ഇൻവേർഷനായി കടുത്ത ശ്രേണീബദ്ധമായ അസമത്വം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിന്റെ പിരിമുറുക്കങ്ങളെ താൽക്കാലികമായി കെട്ടഴിച്ചുവിടുന്ന ഒരു സേഫ്റ്റി വാൽവായി പുരാതന ഗ്രീക്ക് സമൂഹത്തില് പ്രവർത്തിച്ചു. ഈ സുവർണകാല മിത്തും ക്രോണിയ എന്ന് പറയുന്ന ആഘോഷവും ഗ്രീസിന് പുറത്തേക്കും വ്യാപിച്ചു.
റോമാക്കാർ പിന്നീട് ക്രോണിയ എന്ന് പറയുന്ന ആഘോഷത്തെ പ്രശസ്തമായ റോമൻ ഉത്സവങ്ങളിൽ ഒന്നായ സറ്റർനാലിയ എന്ന ഉത്സവമാക്കി മാറ്റി. ഇത് ഡിസംബറിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിംബോളിക് ഇൻവേർഷൻ, പ്രതീകാത്മകമായ വിപരീതങ്ങൾ, സമൂഹത്തിൽ തൽക്കാലത്തേക്ക് വരുന്ന സമത്വത്തിൻ്റെതായ ഒരു സമയം, ഉടമകൾ അടിമകൾക്ക് വിളമ്പിക്കൊടുക്കുന്ന, അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ചില ദിവസങ്ങൾ, അതിനെ കൃത്രിമമായി ഈ ആഘോഷം സമൂഹത്തിൽ സൃഷ്ടിച്ചു. ഈ ആഘോഷമാണ് പിന്നീടുള്ള ക്രിസ്ത്യൻ യൂറോപ്യൻ ശൈത്യകാല പാരമ്പര്യങ്ങളുടെയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെയും ആരംഭമായത്. അതിന്റെ വേരുകൾ റോമൻ ഉത്സവമായ സാറ്റർനാലിയയിലേക്ക് നീണ്ടു കിടക്കുന്നു. ഹെസിയോദ് വിഭാവനം ചെയ്ത ഈ ഗ്രീക്ക് സുവർണ കാലഘട്ടം യഥാർത്ഥത്തില് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു കവിസങ്കല്പമോ ഒരു ഭാവനയോ മാത്രമായിരുന്നില്ല. മറിച്ച് ഗ്രീക്കുകാർ എങ്ങനെയാണ് അവരുടെ വർത്തമാനകാല അവസ്ഥയെ മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശക്തമായ സാംസ്കാരിക ചട്ടക്കൂടായി അത് ചരിത്രത്തിൽ പ്രവർത്തിച്ചു. ഹെസിയോദ് സ്വന്തം കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് ഇരുമ്പ് യുഗമായിട്ടാണ്. സുവർണ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു പടിപടിയായ തകർച്ച. എങ്ങനെയാണ് പുരാതന ഗ്രീസ് തങ്ങളുടെ വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ഹെസിയോദിന്റെ ഈ ഭാവന ചരിത്രത്തിന് പകർന്നു നൽകുന്നത്. ഈ സുവർണ കാലഘട്ടത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് പിന്നീട് പ്ലേറ്റോയുടെ ആദർശ ഭരണാധികാരിക്കും ആദർശ രാഷ്ട്രത്തിനുമുള്ള അടിത്തറവാകുന്നത്. പ്ലേറ്റോയ്ക്ക് ശേഷം വരുന്ന സ്റ്റോയിക് ചിന്തകരായിരുന്ന സീനോ, ക്ലിന്തീസ്, മാർക്കസ് ഒറേലിയസ്, എപ്പിക്ലീറ്റസ്, ഇവർക്കെല്ലാം പ്രചോദനമായ ഒന്നായിരുന്നു ഈ സുവർണകാല മിത്ത്. ചരിത്രത്തിൽ അത് ഇടപെടുകയാണ് ഈ സുവർണകാല മിത്ത്. പ്ലേറ്റോയ്ക്ക് ഒരു ആദർശ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രചോദനമായിരുന്നു, തത്വചിന്താപരമായ ഒരു തുടക്കമായിരുന്നു സുവർണകാല മിത്ത് എങ്കിൽ സ്റ്റോയിക് ചിന്തകർക്ക് അത് പ്രകൃതിയോട് അനുരൂപപ്പെട്ട് നീതിബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു. പിന്നീട് AD 8-ാം നൂറ്റാണ്ടിൽ റോമൻ കവിയായിരുന്ന ഓവിദ് സുവർണകാല മിത്തിനെ 1.5 സഹസ്രാബ്ദത്തിന് ശേഷം തന്റെ മെറ്റമോർഫോസിസ് എന്ന ആഖ്യാന കാവ്യത്തിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. ഈ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാല് ലോകാരംഭം മുതൽ ജൂലിയസ് സീസറിന്റെ ദിവ്യത്വം വരെയുള്ള ചരിത്രത്തെ ഏതാണ്ട് 250ഓളം ഐതിഹ്യങ്ങളിലായി 15ഓളം പുസ്തകങ്ങളിലായി വിവരിക്കുന്ന ഒരു ബൃഹത് കാവ്യമാണ്. 12,000 വരികളുണ്ട് അതിന്. ഈ ഓവിദിന്റെ മാസ്റ്റർ പീസായിട്ട് കണക്കാക്കുന്ന കാവ്യമാണ് മെറ്റമോർഫോസിസ്. പിന്നീട് ഷേക്സ്പിയറിനെയും ഡാന്റെ അലിഗറിയെയും മധ്യകാല യൂറോപ്യൻ നവോത്ഥാനത്തെയും ശില്പകലയെയും ചിത്രകലയെയും ഒക്കെ സ്വാധീനിച്ച പ്രചോദനമായ ഒരു കാവ്യമാണ് യഥാർത്ഥത്തില് മെറ്റമോർഫോസിസ്. ഇതിന്റെ സമാന്തര രൂപമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പുരാണങ്ങളില് നമ്മൾ കണ്ടെടുക്കുന്ന ഈ സത്യയുഗമായ കൃതയുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്കുള്ള ഘട്ടം ഘട്ടമായ തകർച്ച. അതുപോലെ സെമിറ്റിക് വിശ്വാസങ്ങളിലെ പറുദീസ നഷ്ടത്തെക്കുറിച്ചുള്ള, നഷ്ടപ്പെട്ടുപോയ സ്വർഗരാജ്യത്തെക്കുറിച്ച്, പറുദീസയെക്കുറിച്ച്, സമ്പന്നതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, നഷ്ടബോധം, ഇതെല്ലാം സുവർണകാല മിത്തിന്റെ വിവിധങ്ങളായ സാംസ്കാരിക പ്രകടനങ്ങളാണ്. എങ്ങനെയാണ് ഈ സുവർണകാല മിത്തിനെ നിർമ്മിക്കാനുള്ള റോസി റിട്രോസ്പെക്ഷൻ എന്ന ബൗദ്ധിക പക്ഷപാതം, കോഗ്നിറ്റീവ് ബയാസ്, പരിണാമപരമായി സാംസ്കാരികമായി തെരഞ്ഞെടുത്തത്? ഇത് കൗതുകമുള്ള ഒരു ചിന്തയാണ്. ഒരു ജീവിവർഗത്തിന്റെ അതിജീവനത്തെ പിന്താങ്ങുകയും
ഉറപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ പരിണാമത്തിൽ പോസിറ്റീവ് സെലക്ഷന്, തിരഞ്ഞെടുപ്പിന്, പോസിറ്റീവായ തിരഞ്ഞെടുപ്പിന് വിധേയമായി തീരും. യഥാർത്ഥത്തിൽ എന്തായിരുന്നു റോസി റെട്രോസ്പെക്ഷനിലൂടെ സംഭവിക്കുന്നത്? അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ജനതയുടെ സഞ്ചിത സ്മൃതി സൃഷ്ടിക്കുന്ന സുവർണ ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും ഒരു ജനതയെ അതിന്റെ പരാജയങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും വീര്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ഭാവി ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും ഉത്സവങ്ങളെയും നിർമ്മിക്കുന്ന വളരെ ശക്തമായ ഒരു സാംസ്കാരിക ഉപകരണമായി, ഒരു കൾച്ചറൽ ടൂളായി ഇത് മനുഷ്യ ചരിത്രത്തിൽ ഇടപെട്ടു. എങ്ങനെയാണ് മസ്തിഷ്കം ഇതിനെ തെരഞ്ഞെടുത്തത്? ഈ സുവർണകാലത്തെ കുറിച്ച്, ഈ കൽപ്പിത കഥയെ എങ്ങനെയാണ് മനുഷ്യ മസ്തിഷ്കം തെരഞ്ഞെടുത്തത്? ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഒരു ലളിതവൽക്കരണമാണ്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏതാണ്ട് 20 തൊട്ട് 25% നമ്മുടെ എനർജിയെ ഉപയോഗിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. മനുഷ്യ ശരീരത്തിലെ പരിണാമത്തിലെ എനർജിയുടെ കാര്യം വെച്ച് നോക്കിയാൽ ഏറ്റവും വിലയേറിയ ഒന്നാണ് നമ്മുടെ മസ്തിഷ്കം. മറ്റ് ജീവജാതികളിൽ നിന്ന് നമ്മെ വ്യതിരിക്തമായി നിർത്തിയ നമ്മുടെ എനർജിയുടെ 1/4 നാം ഉപയോഗിക്കുന്നത് ഈ മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുന്ന ആഖ്യാനങ്ങളെ തെരഞ്ഞെടുക്കാൻ മസ്തിഷ്കം പരിണാമപരമായി പാകപ്പെട്ടിരിക്കും. അതിന്റെ കോഗ്നിറ്റീവ് ലോഡ്, ജ്ഞാനപരമായ അതിന്റെ ഭാരം കുറയ്ക്കുന്ന ആഖ്യാനങ്ങളിലേക്ക് മനുഷ്യ മസ്തിഷ്കം വളരെ പെട്ടെന്ന് ചായും. അങ്ങനെ ഈ സുവർണകാല മിത്ത് എന്നുള്ളത് നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കുന്ന ചരിത്രത്തിന്റെ ഒരു ലളിതവൽക്കരണമാണ്. പലപ്പോഴും നാം ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൂർവ്വകാലത്തെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ, സമ്പന്നമായ ഒരു ഭൂതകാലത്തെ കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എല്ലാ ശാസ്ത്രീയമായ അറിവുകളെ കുറിച്ചും ബോധ്യമുണ്ടായിരുന്ന പൗരാണികരെ കുറിച്ച്, ആ അറിവുകളെ നഷ്ടപ്പെടുത്തി നമ്മൾ ഇന്ന് വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് പരിതപിക്കുന്നവരെ കുറിച്ച്, ഞങ്ങളുടെ കാലഘട്ടം നിങ്ങളുടേതിലും മികച്ചതായിരുന്നു എന്ന് പറയുന്ന അമ്മാവൻ സിൻഡ്രോം ബാധിച്ചവരെ കുറിച്ച് ഒക്കെ നാം ചർച്ച ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പലപ്പോഴും കാലം കടന്നു പോകുമ്പോൾ നമുക്കും ഈ അമ്മാവൻ സിൻഡ്രോം ബാധിച്ചോ എന്ന് അതിശയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഭൂതകാലത്തെ ഇങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ലോഡിനെ കുറയ്ക്കും. അതുകൊണ്ടാണ് അത് പരിണാമപരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, ഈ കൈപ്പേറിയ അനുഭവങ്ങളെ ഒരു ജനത ഒരു പരിധിയിലപ്പുറം ഓർത്തിരുന്നാൽ അവരുടെ അതിജീവന സാധ്യതയെ അത് പരിമിതപ്പെടുത്തും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൈപ്പേറിയ അനുഭവങ്ങളെ കൊഴിച്ചു കളഞ്ഞ് ഭൂതകാലത്തെ ഒരു സുവർണ യുഗമായി സങ്കല്പിക്കാനുള്ള ബൗദ്ധിക പക്ഷപാതത്തിലേക്ക്, റോസി റിട്രോസ്പെക്ഷനിലേക്ക് വ്യക്തിയും സമൂഹവും പതിയെ പതിയെ നീങ്ങുന്നത്. നരവംശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സുവർണകാലത്തെ കുറിച്ചുള്ള മിത്തുകൾ എന്ന് പറയുന്നത്, അതിന്റെ ആരംഭം പുരാതന ഹണ്ടർ ഗ്യാദറർ സമൂഹങ്ങളെ കുറിച്ചുള്ള സാംസ്കാരിക ഓർമ്മയിൽ നിന്നാണ്. ഈ വേട്ടയാടുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ചെറിയ സമൂഹങ്ങൾ എന്നത് കുറച്ചൊക്കെ സമത്വം നിലനിന്നിരുന്ന ഒന്നായിരുന്നു. നവീന ശിലായുഗത്തിൽ, നിയോലിത്തിക് അഥവാ ന്യൂ സ്റ്റോൺ ഏജിൽ വേട്ടയാടുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ചെറിയ സമൂഹങ്ങൾ പിന്നീട് നിലവിൽ വന്ന കാർഷിക നാഗരികതകളെക്കാൾ, നഗര രാഷ്ട്രങ്ങളെക്കാൾ സമത്വമുള്ളതായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെ കുറിച്ചുള്ള ഓർമ്മ, ഈ നവീന ശിലായുഗത്തെ കുറിച്ചുള്ള ഓർമ്മ പിന്നീട് കാർഷിക
സംസ്കൃതിക്ക് ശേഷം നിലനിന്നിരുന്ന ചെറിയ രാഷ്ട്രങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നഗരരാഷ്ട്രങ്ങളിലേക്കും വലിയ ജനതകളെ ഉൾക്കൊണ്ട വലിയ സാമ്രാജ്യങ്ങളിലേക്കും ഒക്കെ പതുക്കെ പതുക്കെ പടർന്നു വ്യാപിക്കുകയാണ് ചെയ്തത്. ഈ സുവർണകാല മിത്ത്, അതിനെ നിർമ്മിക്കുന്ന റോസി റിട്രോസ്പെക്ഷൻ, ഇതിന്റെ ന്യൂറോ സയൻസ് എന്താണ്? നമ്മുടെ ആത്മകഥാപരമായ ഓർമ്മ, ഓട്ടോബയോഗ്രാഫിക് മെമ്മറി, വൈകാരിക പക്ഷപാതിത്വങ്ങൾ, അഫക്റ്റീവ് ബയാസസ്, റോസി റിട്രോസ്പെക്ഷൻ അടക്കമുള്ള വൈകാരിക പക്ഷപാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നത് മീഡിയൽ ടെമ്പറൽ സ്ട്രക്ചേഴ്സ് ആണ്, അഥവാ മീഡിയൽ ടെമ്പറൽ ഘടനകൾ. അതിലാണ് നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടമായ അമൈഗ്ഡാല ഓർമ്മകളെ നിർമ്മിക്കുകയും ഓർമ്മകളെ റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്ന ഹിപ്പോക്യാമ്പസ്, പാരാഹിപ്പോക്യാമ്പൽ ഗൈറസ്, എറ്റോറൈനൽ കോർട്ടെക്സ്, ഇതെല്ലാം ഈ മീഡിയൽ ടെമ്പറൽ മെമ്മറി സ്ട്രക്ചേഴ്സിൽ ഉൾപ്പെടുന്നു. ഇതില് ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗമാണ് യഥാർത്ഥത്തിൽ എപ്പിസോഡിക് മെമ്മറിയെ സൃഷ്ടിക്കുന്നത്. എന്താണ് എപ്പിസോഡിക് മെമ്മറി? ലളിതമായിട്ട് പറഞ്ഞാൽ ഒരനുഭവത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് എപ്പിസോഡിക് മെമ്മറി. അത് എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള ഓർമ്മയാണ് ഈ എപ്പിസോഡിക് മെമ്മറി. അത് അടിസ്ഥാനപരമായി ഒരു ഡിക്ലറേറ്റീവ് ലോങ് ടേം മെമ്മറിയാണ്, അത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. ഞാൻ അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കുന്നില്ല. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പ്രത്യേകമായ സന്ദർഭത്തെ മുൻനിർത്തി ഓർമ്മിച്ചു വെക്കാനുള്ള, വസ്തുതകളെ ഓർമ്മിച്ചു വെക്കാനുള്ള മനുഷ്യ മസ്തിഷ്കത്തിന്റെ കഴിവാണ്. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ എപ്പിസോഡിക് മെമ്മറി. ഇതിനോടനുബന്ധിച്ച് ആ സംഭവത്തെ കുറിച്ചുള്ള വൈകാരികമായ ഓർമ്മയും, അത് സന്തോഷമാണോ, സങ്കടമാണോ, സംഘർഷമാണോ, ഭയമാണോ, സന്തോഷമാണോ, എന്തൊക്കെയാണ് നമുക്ക് പകർന്നു നൽകിയത്, ആ വൈകാരിക അനുഭവത്തെ കുറിച്ചുള്ള ഓർമ്മയും രണ്ടും കൂടി ക്ലബ് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ വികാര മസ്തിഷ്കമായ അമൈഗ്ഡാലയും ഈ എപ്പിസോഡിക് മെമ്മറിയെ നിയന്ത്രിക്കുന്ന ഹിപ്പോക്യാമ്പസും തമ്മിൽ നടക്കുന്ന ഒരു അമൈഗ്ഡാല ഹിപ്പോക്യാമ്പൽ കപ്ലിംഗ്, ഇതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ എപ്പിസോഡിക് മെമ്മറിയാണ് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഉജ്ജ്വലമായ അനുഭവത്തിന് നമുക്ക് ശേഷി നൽകുന്നത്. ഇത് സൃഷ്ടിക്കുന്ന മസ്തിഷ്ക അനുഭവത്തെ കുറിക്കുന്ന വാക്കാണ് ഓട്ടോനോയിറ്റിക് കോൺഷ്യസ്നസ്. എന്താണത്? മസ്തിഷ്കത്തിലൂടെ നാം നടത്തുന്ന ഒരു ടൈം ട്രാവൽ, ഭൂതകാലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ അനുഭവങ്ങളിലൂടെ എല്ലാം തുടർച്ച തേടുന്ന ഞാൻ എന്ന അനുഭവം, അതാണ് ഈ ഓട്ടോനോയിറ്റിക് കോൺഷ്യസ്നസ്. ഭൂതകാലത്തിലെ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു വരുന്ന ഞാൻ, ഭൂതകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭാവിയിലെ ഇന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഞാൻ. അങ്ങനെ ഭൂതകാലത്തിൽ നിന്ന് ആരംഭിച്ച് വർത്തമാനകാലത്തിൽ ജീവിച്ച് ഭാവിയുടെ അനുഭവങ്ങളിലേക്ക് തുടരുന്ന ഞാൻ, സെൽഫ്, അതിനെക്കുറിച്ചുള്ള മസ്തിഷ്ക അനുഭവം, ആ ടൈം ട്രാവൽ. ഇന്നത്തെ മനുഷ്യ അനുഭവങ്ങളെ, മനുഷ്യ സംസ്കാരത്തെ, മതങ്ങളെ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, നമ്മുടെ സങ്കീർണമായ ആശയങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച നമ്മുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഓട്ടോനോയിറ്റിക് കോൺഷ്യസ്നസ്. തുടരുന്ന ഞാൻ, ഭൂതകാലത്തിൽ നിന്ന് ഭാവി അനുഭവങ്ങളിലേക്ക് തുടരാൻ സാധ്യതയുള്ള ഞാൻ, ആ ഞാനിനെ അനുഭവിക്കുന്ന മസ്തിഷ്കം, അതാണ് നമ്മുടെ സംസ്കാരത്തെ സൃഷ്ടിച്ചത്. മസ്തിഷ്കത്തിൽ നടക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് അഫക്റ്റീവ് റീവാലുവേഷൻ. എന്താണത്?
നമ്മുടെ ഓർമ്മകൾക്ക് വൈകാരികമായി മസ്തിഷ്കം ഒരു പോസിറ്റീവ് കളർ കൊടുക്കാം, ഒരു നെഗറ്റീവ് കളർ കൊടുക്കാം. സന്തോഷം, സങ്കടം, സംഘർഷം, അതിനൊക്കെ നമുക്ക് നെഗറ്റീവ് കളറിൽ പെടുത്താം. വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുമ്പോൾ, പലപ്പോഴും കാലം കടന്നു പോകുമ്പോൾ ഈ നെഗറ്റീവായ വശങ്ങളെ കൊഴിച്ചു കളഞ്ഞ് സന്തോഷത്തിന്റെ അംശങ്ങളെ, സന്തോഷത്തിന്റെ വൈകാരിക അനുഭവത്തെ ഓർമ്മകളോട് ഉൾച്ചേർക്കുന്ന മസ്തിഷ്ക പ്രക്രിയയാണ് ഈ അഫക്റ്റീവ് റീവാലുവേഷൻ. ഇതിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും PTSD പോലെയുള്ള മാനസിക രോഗങ്ങൾ, വിഷാദം, കടുത്ത വിഷാദം പോലെയുള്ള മാനസിക അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഈ മസ്തിഷ്കത്തിലെ പരിണാമം സൃഷ്ടിച്ച ഏറ്റവും അഡ്വാൻസ്ഡ് ആയ, പുരോഗതി പ്രാപിച്ച ഭാഗമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ നിന്ന് കടന്നു വരുന്ന ടോപ്പ് ഡൗൺ സിഗ്നൽസ് അവയാണ് അമൈഗ്ഡാല ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സിന്റെ മുകളിൽ പ്രവർത്തിച്ച് റോസി റിട്രോസ്പെക്ഷനെ, അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള വൈകാരിക ഭാവങ്ങളെ ഓർമ്മയിൽ നിന്ന് പതുക്കെ പതുക്കെ കൊഴിച്ച് കളയുന്നത്. ഇങ്ങനെയാണ് മസ്തിഷ്കം അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ വിട്ടുപോയൊരു കാര്യം കുറച്ചു പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മധ്യകാല മലയാളി സമൂഹവും അല്ലെങ്കിൽ പുരാതന ചേരനാട്ടിലെ ജനത ഇതുപോലെ ഒരു സുവർണകാല മിത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് ആ സുവർണകാല മിത്ത്? ക്ലൂ ഉണ്ടോ? കറക്റ്റ്, പറഞ്ഞോ. ഓണം. മധ്യകാല സമൂഹം സൃഷ്ടിച്ച ഒരു സമ്പന്നമായ സുവർണകാല മിത്താണ് യഥാർത്ഥത്തിൽ ഈ ഓണം. ഇതിന് ഏതാണ്ട് ഒരു സഹസ്രാബ്ദത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു സാംസ്കാരിക പരിണാമ പ്രക്രിയയുടെ അവസാനമാണ് ഇന്ന് നാം കാണുന്ന ഓണാഘോഷമായി അത് രൂപപ്പെട്ടത്. ഇന്നത്തെ ഓണത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ സുവർണകാല മിത്തിന്റെ സൃഷ്ടിയിലേക്ക് നിരവധി ധാരകൾ വന്നു ചേരുന്നുണ്ട്. ഒരു പുരാതന ചേരനാട്ടിലെ ആദിമ ജനതയുടെ ഒരു വിളവെടുപ്പ് മഹോത്സവത്തിൻ്റെതായ ഒരു ധാര, ഒരു കൊയ്ത്തുത്സവത്തിൻ്റെതായ, ചിങ്ങം കന്നി മാസങ്ങളിലാണ് ആ സമയത്ത് വിളവെടുത്തിരുന്നത്. ഒരു കാർഷിക സമൂഹത്തിന്റെ വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഒരു ധാര. പിന്നീട് ഇന്നത്തെ തമിഴ്നാട്ടിൽ നിന്ന്, പുരാതന പാണ്ഡ്യനാട്ടിൽ നിന്ന് ഏതാണ്ട് 1300 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് പാണ്ഡ്യ രാജാക്കന്മാർ നടത്തിയ പടയോട്ടത്തെ തുടർന്ന് ഇവിടെ എത്തിച്ചേർന്ന വൈഷ്ണവാരാധനയുടെ ഒരു പാരമ്പര്യം, ഇവിടെയുള്ള നിരവധി നാടോടി പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഓണാഘോഷമായി തീർന്നത്. ഈ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയുടെ കഥ ഭാരതദേശം ഒട്ടാകെ പ്രചാരത്തിലുണ്ടെങ്കിലും മഹാബലി കേരളം ഭരിച്ചിരുന്നുവെന്നോ ഇവിടുത്തെ പ്രജകളെ കാണാൻ ആണ്ടോടാണ്ട് ഇവിടെ എത്തിച്ചേരുമെന്നോ ഉള്ള സങ്കല്പം, അങ്ങനെയുള്ള ഐതിഹ്യത്തിന്റെ ഒരു വകഭേദം കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും നിലവിലില്ല. ഈ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ജനതയ്ക്ക് ഒരു കാർഷിക വർഷം എന്ന് പറയുന്നത് സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരു ചാക്രികതയായിരുന്നു. വിളവെടുപ്പിൻ്റെതായ ഒരു സമ്പന്നത, പിന്നീട് ധാന്യങ്ങൾ തീർന്നു പോകുമ്പോൾ, കാർഷിക വിളകൾ കിട്ടാതാവുമ്പോൾ വരുന്ന ദാരിദ്ര്യത്തിൻ്റെതായ ഒരു തകർച്ച, ഒരു സുവർണകാലവും ഒരു പട്ടിണിയുടെ കാലവും, ഒരു ചാക്രികത. അതാണൊരു കാർഷിക വർഷം ഇവിടുത്തെ പുരാതന ജനതയ്ക്ക് നൽകിയിരുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന ഈ കാർഷിക വർഷത്തിന്റെ ചാക്രികതയോട് ചേർത്ത് വെച്ചാണ് ഈ സുവർണകാല മിത്തിനെ നമ്മുടെ പൂർവികർ സൃഷ്ടിച്ചത്. ഞാൻ പിന്നീട് പറഞ്ഞതുപോലെ ഈ സുവർണകാല മിത്തിലേക്ക് പിന്നീട് വൈഷ്ണവാരാധനയുടെ ഒരു പാരമ്പര്യം കടന്നു വന്നു. അതിലേറ്റവും പ്രസിദ്ധമായ പാഠസ്ഥാനമാണ് ത്രിവിക്രമന്റെ ഉത്ഭവം. ആരാണ് ത്രിവിക്രമൻ? വിഷ്ണുവിന്റെ പുരാതനമായ ഛായകളിൽ ഒന്നാണ് ത്രിവിക്രമൻ. ഈ ത്രിവിക്രമ സങ്കല്പം ഋഗ്വേദത്തിന്റെ കാലം തൊട്ടേ ഉണ്ട്.
ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ 3 വിക്രമങ്ങൾ ചെയ്തവൻ, 3 അടി വെച്ചവൻ, 3 പ്രധാന കാര്യങ്ങൾ ചെയ്തവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഋഗ്വേദത്തിലെ വിഷ്ണു സൂത്രത്തിൽ ത്രിവിക്രമനെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഋഗ്വേദം എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നത് ആര്യന്മാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പെയാണ്. ഈ ത്രിവിക്രമന്റെ പാഠങ്ങളിലൊന്നും മഹാബലിയോ ഒരു അസുര ചക്രവർത്തിയോ ഒന്നും കടന്നു വരുന്നില്ല. ഈ ബലിയുടെ പാരമ്പര്യം യഥാർത്ഥത്തില് വേദങ്ങൾക്ക് ശേഷം വരുന്ന ബ്രാഹ്മണങ്ങളിൽ പോലും വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ അർത്ഥത്തിൽ വാമന മഹാബലി കഥ വിവരിക്കപ്പെടുന്നത് മഹാഭാരതത്തിലാണ്, വനപർവത്തിലും ശാന്തിപർവത്തിലും. ഈ പ്രഹ്ലാദന്റെ പൗത്രനായ കുംഭനികുംബന്മാരുടെ സഹോദരനായ വിരേചനപുത്രനായ മഹാബലിയുടെ ചരിത്രം, അതിന്റെ വംശാവലി മഹാഭാരതത്തിന്റെ ആദി പർവത്തിൽ വിവരിക്കുന്നുണ്ട്. രാമായണത്തിലും അതിന്റെ റെഫറൻസ് ഉണ്ട്. അപ്പോ ഈ പുരാണങ്ങളിൽ നിന്ന്, സ്കന്ദപുരാണം, ഭാഗവത പുരാണത്തിൽ നിന്നൊക്കെ നാം കണ്ടെടുക്കുന്ന മഹാബലി എന്ന് പറയുന്നത് നർമ്മദാതീരത്ത് യാഗം നടത്തുന്ന മഹാബലി, സൗരാഷ്ട്ര ദേശത്തിലെ വസ്ത്രപതിലുള്ള സോമേശ്വരത്തിനടുത്ത് ഗുരുതുല്യ തീർത്ഥത്തിൽ യാഗം നടത്തുന്ന മഹാബലി. ഇങ്ങനെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഈ ഓണത്തെ സംബന്ധിക്കുന്ന ആദ്യ ചരിത്രരേഖ എന്ന് പറയുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് എഴുതപ്പെട്ട മധുരൈകാഞ്ചി എന്ന് പറയുന്ന സംഘകാല കൃതിയിൽ നിന്നാണ് നാം കണ്ടെടുക്കുന്നത്. അവിടെ മായോൻ എന്ന് പറയുന്ന ദേവനെ കുറിച്ചുള്ള പ്രകീർത്തനം അല്ലെങ്കിൽ മായോന്റെ ഉത്സവമായിട്ട് പുരാതന മധുരയിലുള്ളവർ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മായോൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഒരു സംഘകാല നാമമാണ്. അങ്ങനെയാണ് ഓണം കടന്നു വരുന്നത്. പിന്നീട് ഈ ബലിയെ ആരാധിക്കുന്ന രീതി ഡെക്കാണിൽ നിന്ന് തമിഴകത്തേക്ക് കുടിയേറിയ കുടിയേറ്റക്കാരിലൂടെ തമിഴകത്തെത്തുകയും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമുള്ള കേരളത്തിലേക്ക് നടന്ന പാണ്ഡ്യ അധിനിവേശത്തിലൂടെ മലയാള നാട്ടിലെത്തുകയും ഇവിടെ പുരാതനമായി നിലനിന്നിരുന്ന പ്രാദേശിക ഉത്സവങ്ങളുടെ ധാരയോട് അത് ചേർന്നു പോവുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇപ്പൊ ഓണത്തപ്പനെ നാം സങ്കല്പിക്കുന്നത് സ്തൂപികകളിലാണ്. ഈ സ്തൂപികാരാധന എന്ന് പറയുന്നത് തമിഴകത്തിന്റെ ഒരു രീതിയാണ്. ഈ സ്തൂപികകളിൽ നമ്മൾ ഓണത്തപ്പനെ സങ്കല്പിക്കുമ്പോൾ ഈ ഓണത്തപ്പൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഓണത്തപ്പൻ എന്ന് പറയുന്നത് ചില ആഖ്യാനങ്ങളിൽ മഹാബലി തന്നെയാണ്. ഓണത്തപ്പൻ തൃക്കാക്കരയപ്പനാകുന്നുണ്ട്. അത് വിഷ്ണുവിന്റെ വാമനാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആഖ്യാനങ്ങളിൽ എവിടെയൊക്കെയോ വെച്ച് ഈ വാമനന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട മഹാബലിയുടെ കയ്യിലേക്ക് പകർത്തപ്പെട്ടു. വടക്കേ മലബാറിലുള്ള ഓണപ്പൊട്ടൻ തെയ്യത്തിന്റെ വേഷഭൂഷാദികളിൽ നമുക്ക് ഈ സാംസ്കാരിക പരിണാമത്തെ വായിച്ചെടുക്കാം. ഓണപ്പൊട്ടൻ ഓണം വിളിച്ചറിയിക്കുന്ന തെയ്യമാണ്. ഓലക്കുട ചൂടിയാണ് ഓണപ്പൊട്ടൻ വീടുകൾ കയറിയിറങ്ങുന്നത്. ഇത് ഓണം സൃഷ്ടിച്ച ഒരു സാംസ്കാരിക രൂപമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന ഓണം നിർമ്മിക്കപ്പെടുന്നത് 961 പട്ടംതാണുപിള്ളയുടെ സർക്കാർ ഓണത്തെ കേരളത്തിന്റെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് സാംസ്കാരിക ടൂറിസം വകുപ്പുകളുടെ മാധ്യമങ്ങളുടെ ഒക്കെ രൂപകൽപ്പനയിലൂടെയാണ് ഉൾനാടൻ ഗ്രാമങ്ങൾ തൊട്ട് മഹാനഗരങ്ങളിലേക്കും പ്രവാസികളുടെ ഗ്രഹാതുര സങ്കല്പങ്ങളിലേക്കുമൊക്കെ നീണ്ടുപോകുന്ന ഒരു ഓണത്തെ, മലയാളിയുടെ ഓണത്തെ നാം നിർമ്മിച്ചത്. ഇതിന്റെ സാംസ്കാരിക വ്യാപനത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു കാവ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, മാവേലി ചരിതം ഓണപ്പാട്ട്. ആ പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാവേലി നാട് വാണിയിടും കാലം. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഓണപ്പാട്ട് എഴുതപ്പെട്ടത് കൊല്ലവർഷം 9-10 ശതകങ്ങളിലാണെന്ന് ഉള്ളൂര് സാഹിത്യ ചരിത്രത്തിൽ പറയുന്നു. കേരള ചരിത്രകാരന്മാര് പറയുന്നത് 17-18 നൂറ്റാണ്ടുകളിൽ ഇത് ഒരു അജ്ഞാത കവി രചിച്ചതാണെന്നാണ്. ഓണത്തെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഈ ഓണപ്പാട്ടിന് വലിയൊരു സാംസ്കാരിക വ്യാപനമാണ് സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 16, 17, 18 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്
ക്ഷേത്രകേന്ദ്രീകൃതമായ രാജഭരണം നിലനിന്നിരുന്ന, ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഇരുന്ന് ഒരു അജ്ഞാത കവി രചിക്കുന്ന ഒന്നാണ് മാവേലി ചരിത ഓണപ്പാട്ട്. മാവേലി നാടു ഭരിച്ചിരുന്ന കാലത്ത് കള്ളപ്പറയോ ചെറുനാഴികളോ ഇല്ല. കള്ളം എന്തെന്ന് ആർക്കും അറിയില്ല. ബാലമരണങ്ങൾ കേൾക്കാനില്ല. അങ്ങനെ ഒരു സദ്ഭരണം കേരളത്തിൽ ഒരിക്കലും, കേരള ചരിത്രത്തിൽ ഒരിക്കലും നിലനിന്നിട്ടില്ല. ഈ മനോഹരമായ ഒരു ഭൂതകാലത്തെ കവി സങ്കല്പിക്കുന്നത് ചാതുർവർണ്ണ്യം കൊടികുത്തി വാണിരുന്ന, ക്ഷേത്ര കേന്ദ്രീകൃതമായ രാജഭരണം നിലനിന്നിരുന്ന, അസമത്വങ്ങൾ നിലനിന്നിരുന്ന, പട്ടിണിയും മനുഷ്യാവകാശ ലംഘനങ്ങളും സമൂഹത്തിൽ വളരെ സാധാരണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഒരു സുവർണകാലത്തെ കവി സങ്കല്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അജ്ഞാത കവിയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പുരാതന ഗ്രീക്ക് കവിയായ ഹെസിയോദിന്റെ അതേ ചിന്തകളാണ്. നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഹെസിയോദിന്റെ കവിതയുടെ ആത്മാവാണ് ഈ അജ്ഞാത കവിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ആലങ്കാരികമായിട്ട് പറയാം. ഒരു സുവർണകാലത്തെ കുറിച്ച് കവി സ്വപ്നം കാണുകയാണ്. ഈ ഓണപ്പാട്ടിന്റെ ആദ്യ വരികൾ കടമെടുത്താണ് പിന്നീട് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് സഹോദരൻ അയ്യപ്പൻ അത് മറ്റൊരു രീതിയിൽ പൂർത്തിയാക്കുന്നത്. വാമനാദർശം വെടിഞ്ഞിടേണം, മാബലി വാഴ്ച വരുത്തിടേണം എന്നുള്ള വരികൾ അദ്ദേഹം പിന്നീട് ഓണപ്പാട്ടിന്റെ പാടിപ്പതിഞ്ഞ വരികളോട് കൂട്ടിച്ചേർത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഈ നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ മാവേലി ചരിതം ഓണപ്പാട്ട് മലയാളികളുടെ ഓണസങ്കല്പങ്ങളെ സമൂലമായി മാറ്റി എഴുതിയ, സമീകരിച്ച ഒരു സാംസ്കാരിക സാന്നിധ്യമായി നമ്മുടെ ചരിത്രത്തിൽ ഇടപെട്ടു. ഏതാണ്ട് ഒരു സഹസ്രാബ്ദത്തിലധികം നീണ്ടുനിന്ന ഒരു സാംസ്കാരിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ സഞ്ചിത സ്മൃതിയെ ഒരു സമൂഹം എന്ന നിലയിൽ നാം ഉൾക്കൊണ്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആശയം ഇതാണ്. ഈ സുവർണകാല മിത്തുകളെ സൃഷ്ടിക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ ഒരു സവിശേഷത, അതിനെ സാംസ്കാരികമായി കൈമാറ്റം ചെയ്യാനും അതിൻ്റെ മുകളിലേക്ക് ആചാര അനുഷ്ഠാനങ്ങളെ സൃഷ്ടിക്കാനും അതുകൊണ്ടൊരു സമൂഹത്തിന്റെ ഗോത്രീയതയെയും ഐക്യത്തെയും ഒരുമിപ്പിച്ച് നിർത്താനുമൊക്കെയുള്ള മനുഷ്യ മനസ്സിന്റെ സവിശേഷമായ പ്രത്യേകത. ഇത് തെരഞ്ഞെടുത്തത് പരിണാമമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹിമയുഗ കാലഘട്ടത്തിലാണ് അപ്പർ പാലിയോലിത്തിക് കാലഘട്ടം സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തോട് നിരവധിയായ, അവന്റെ അസ്തിത്വത്തെ നിർണയിച്ച നിരവധിയായ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഓട്ടോബയോഗ്രഫിക് മെമ്മറി അഥവാ ആത്മകഥാപരമായ ഓർമ്മ, അതിലധിഷ്ഠിതമായ എപ്പിസോഡിക് മെമ്മറി, സംഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, സെൻസ് ഓഫ് സെൽഫ്, ആത്മബോധം, ഇതിലൊക്കെ അധിഷ്ഠിതമായ ഓട്ടോനോയിറ്റിക് കോൺഷ്യസ്നസ്. ഭൂതകാലത്തിൽ നിന്ന് ആരംഭിക്കുന്ന, ഭാവിയെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഞാൻ, മാറാതെ നിൽക്കുന്ന ഞാൻ, കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ. ഒരു നിമിഷം, ഒരു മാത്ര കൊണ്ട് നമ്മുടെ മനസ്സിന് സമയസഞ്ചാരം, ടൈം ട്രാവൽ സാധ്യമാണ്. ഈ എപ്പിസോഡിക് മെമ്മറിയും ഓട്ടോബയോഗ്രഫിക് മെമ്മറിയും സെൻസ് ഓഫ് സെൽഫും ഇങ്ങനെയുള്ള അസ്തിത്വത്തെ നിർണയിച്ച ഘടകങ്ങളാണ് പിന്നീടുള്ള മതരൂപങ്ങൾക്ക്, വിശ്വാസധാരകൾക്ക് ജന്മം നൽകിയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം മസ്തിഷ്ക അനുഭവങ്ങളോടൊപ്പം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, നമ്മൾ ആത്മാക്കളിൽ വിശ്വസിക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്കും നമ്മെ പോലെ ഒരു ആത്മാവുണ്ട്, ചരത്തിനും അചരത്തിനും ആത്മാവുണ്ട്, ആനിമിസം, അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. ഇത് ആത്മാക്കളിലുള്ള വിശ്വാസമായി, പൂർവിക ആരാധനയായി, ആത്മാക്കളുടെ ലോകത്തെ നിർണയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന്
പുരാതന മന്ത്രവാദിയായ ഷാമന്റെ സൃഷ്ടിക്ക് വഴിവെച്ച ഒന്നായി ചരിത്രത്തിൽ ഇടപെട്ടു. സഹസ്രാബ്ദങ്ങൾ കടന്നുപോയി. പിന്നീട് എപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷം നവീന ശിലായുഗം വരുന്നു. വേട്ടയാടുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ക്രമാനുഗതമായി ശിലായുഗ സംസ്കൃതിയിൽ നിന്ന് പുറത്തു കടന്ന് കാർഷിക സംസ്കാരത്തിലേക്ക് വരുന്നു. അത് നഗരരാഷ്ട്രങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും രൂപം കൊടുക്കുന്നു. ഒരു സാമ്രാജ്യത്തിന്റെ സഞ്ചിത സ്മൃതിയെ, ഐക്യത്തെ, ഗോത്രീയതയെ നിർണയിക്കുന്നതിനായി ആഘോഷങ്ങൾ, മതരൂപങ്ങൾ, സുവർണകാല മിത്തുകൾ, പൊതുവായ ഐതിഹ്യങ്ങൾ, ചരിത്രത്തിന്റെ അപനിർമ്മാണം, ഇതെല്ലാം സംഭവിക്കുന്നു. ചരിത്രം പിന്നീടും തുടരുകയാണ്. പിന്നീട് പ്രസിദ്ധമായ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ കാലഘട്ടം വരുന്നു. സംഘടിത മതങ്ങളും സംഘടിതമായ ചരിത്ര സങ്കല്പങ്ങളും കടന്നു വരുന്നു. പിന്നീട് നിരവധി സംസ്കാരങ്ങൾ, സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ നാഗരികത ഒക്കെ കടന്നു വരുന്നു. ലോകമെമ്പാടും ഈ വിശ്വാസധാരകൾ പ്രചരിക്കുന്നു. അങ്ങനെയാണ് നാം മാനവർ ചരിത്രത്തെ ഉണ്ടാക്കിയെടുത്തത്. നാം നിർമ്മിക്കുകയായിരുന്നു നമ്മുടെ ചരിത്രത്തെ. ഓർമ്മകളെ നാം സൃഷ്ടിച്ചതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ സംഭാഷണം തുടങ്ങുമ്പോൾ ഞാനൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഓർമ്മകൾ എന്നത് ഭൂതകാലത്തിന്റെ നിഴലുകളല്ല, മറിച്ച് അനുനിമിഷം പുനർനിർമ്മിക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കുന്ന, കൊഴിച്ചു കളയുന്ന ഏതാനും മസ്തിഷ്ക പ്രക്രിയകളുടെ സംഘാതമാണ്. ആ സംഘാതമാണ് നമ്മെ നാമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി അഥവാ ഓർമ്മ എന്നതിന് നാം പരിണാമത്തിൽ കൊടുത്ത ചില വിലയാണ്, അല്ലെങ്കിൽ നാം കൊടുത്ത പ്രതിഫലമാണ് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ ഉൾച്ചേർന്നു പോയ, പിന്നീട് നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി തീർന്ന പല വിശ്വാസ ആചാര രീതികളും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൂർവകാല ഓർമ്മകളെ പലപ്പോഴും മറ്റൊരു വംശത്തിനെതിരെ, മറ്റൊരു ഗോത്രത്തിനെതിരെ, മറ്റൊരു ജനതയ്ക്കെതിരെ യുദ്ധത്തിന്, സംഘർഷത്തിന് ഉള്ള കാരണമായി നാം ഇപ്പോഴും ഈ വർത്തമാന കാലഘട്ടത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ചില ജനതകൾ 1000 ആണ്ടത്തെ ചരിത്രത്തിന്, അതിനു മുമ്പേ എന്ത് നടന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്ത് നടന്നു, അത് രണ്ട് ജനതകൾ തമ്മിലുള്ള സംഘർഷത്തെ വർത്തമാന കാലഘട്ടത്തിലും നിയന്ത്രിക്കുന്ന വളരെ ശക്തമായ ചാലക ശക്തിയായി, സാംസ്കാരിക ഉപകരണമായി ഇടപെടുന്നു. ഇത് ഏതാനും മസ്തിഷ്ക പ്രക്രിയകളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമാണ് എന്നുള്ള ശാസ്ത്രീയമായ തിരിച്ചറിവിലൂടെ മാത്രമേ ഈ എഴുതപ്പെട്ട ചരിത്രത്തെ നമുക്ക് കൃത്യമായ ഉൾക്കാഴ്ചയോടെ നോക്കിക്കാണാൻ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച ഏവർക്കും നന്ദി, നമസ്കാരം.